പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് വിഷ്വലൈസ് ചെയ്തിട്ട് അതിന്റെ ഒരു റണ്ണിങ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ കൂൾ വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർഫാൾ ചാർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പവർ ബി ഉപയോഗിച്ചുകൊണ്ട് ഒരു വാട്ടർഫാൾ ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വാട്ടർഫാൾ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എക്സലിലുള്ള ഡാറ്റയാണിത്. ഇതിനകത്ത് ഇയർ, മന്ത് ആൻഡ് സെയിൽസ് എമൗണ്ട് ഇത്രയും കോളംസ് ആണുള്ളത്. ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വാട്ടർഫാൾ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് പവർ ബി ഐയിലോട്ട് ലോഡ് ചെയ്യാം. അപ്പൊ ഇമ്പോർട്ട് ഡാറ്റ ഫ്രം എക്സൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സെയിൽസ് ഡാറ്റ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് ലോഡ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഡാറ്റ ലോഡ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ഇയർ ഉണ്ട്, മന്ത് ഉണ്ട്, സെയിൽസ് എമൗണ്ട് ഉണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് വേരിയൻസ് അനാലിസിസിന്റെ വാട്ടർഫാൾ ചാർട്ടാണ്. അപ്പോൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം 2023യുടെയും 2024ന്റെയും സം ഓഫ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മെഷർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സം സെയിൽസ് 2023. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സം എക്സ്. നമ്മുടെ ഡാറ്റ ഉള്ളത് ഷീറ്റ് 1ലാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ട എമൗണ്ട് ഫീൽഡ് സെലക്ട് ചെയ്യുക, സെയിൽസ് എമൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫിൽറ്റർ ആണ്. ഫിൽറ്ററിൽ നമുക്കറിയാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2023യുടെ ടോട്ടൽ സെയിൽസ് ആണ്. അപ്പോൾ ഇയർ ഈക്വൽസ് 2023. ഇപ്പോൾ നമ്മൾ ഒരു മെഷർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡാറ്റ കറക്റ്റ് ആണോ എന്ന് അറിയാൻ നമുക്കതൊരു ടേബിളിലോട്ട് ഇട്ടിട്ട് നോക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ജാനുവരിയിൽ 200,000 ആണ് ഡാറ്റ വരുന്നത്. 200,000 ആണ്. അപ്പോൾ അത് കറക്റ്റ് ആണ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ 2024 ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഒരു മെഷർ കൂടി ക്രിയേറ്റ് ചെയ്യാണ്. അത് 2024 ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇവർ തമ്മിലുള്ള വേരിയൻസ് ആണ് നമുക്ക് അടുത്തതായിട്ട് കാണേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേറൊരു മെഷർ ക്രിയേറ്റ് ചെയ്യാന്നാണ്. സം ഓഫ് സെയിൽസ് 2024 മൈനസ് സം ഓഫ് സെയിൽസ് 2023. ഇപ്പൊ നമ്മൾ വേരിയൻസ് കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. വിഷ്വലൈസേഷനിൽ നിന്നും വാട്ടർഫാൾ ചാർട്ട് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ കാറ്റഗറി ആണ്. അപ്പൊ നമുക്ക് മന്ത്ലി ബ്രേക്ക് ഡൗൺ ആണ് വേണ്ടത്. ആയതുകൊണ്ട് നമുക്ക് മന്ത് കാറ്റഗറിയിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സെയിൽസ് വേരിയൻസ് വൈ ആക്സിസിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാട്ടർഫാൾ ചാർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും മന്ത് കറക്റ്റ് ഓർഡറിലല്ല വന്നിട്ടുള്ളത്. അതിന്റെ കാരണം നമ്മുടെ ഡാറ്റ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ ഈ മന്ത് എന്ന് പറഞ്ഞ കോളം വരുന്നത് ടെക്സ്റ്റ് ഡാറ്റ ടൈപ്പിലാണ്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചാർട്ടിൽ മന്ത് വൈസ് ബ്രേക്ക് ഡൗൺ കറക്റ്റ് ഓർഡറിൽ നമുക്ക് കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടത് നമ്മളൊരു ഡേറ്റ് കോളം ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഓൾറെഡി ഇവിടെ ഇയർ ഉണ്ട്, മന്ത് ഉണ്ട്. ഈ രണ്ട് ഡാറ്റയും വെച്ചിട്ട് നമുക്ക് ഡാക്സ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡേറ്റ് കോളം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് മന്തിന്റെ നമ്പറിന് വേണ്ടിയിട്ട് ഒരു കോളം ക്രിയേറ്റ് ചെയ്യാം. മന്ത് നമ്പറാണ് വേണ്ടത്, മന്ത് നെയിം അല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കോളം ക്രിയേറ്റ് ചെയ്യാണ്. കോളത്തിന്റെ പേര് മന്ത് നമ്പർ. ഇനി നമുക്ക് വാല്യൂസ് കമ്പയർ ചെയ്യാം. ജനുവരി ആണെങ്കിൽ 1, ഫെബ്രുവരി ആണെങ്കിൽ 2, അങ്ങനെ ഡിസംബർ വരെ നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് മന്ത് നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡേറ്റ് കോളം ക്രിയേറ്റ് ചെയ്യാം. അഗെയിൻ ന്യൂ കോളത്തിൽ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഡേറ്റ് എന്ന് പേര് കൊടുക്കാം.
ഡേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡാക്സ് ഫോർമുലയാണ് ഡേറ്റ്. പിന്നെ നമ്മൾ ഇയർ ആണ് ആദ്യം കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഇയർ ആൾറെഡി ഉണ്ട്. ഷീറ്റ് 1 ഇയർ കോളം സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടത് മന്ത് ആണ്. അപ്പോൾ നമുക്ക് മന്ത് നമ്പർ സെലക്ട് ചെയ്യാം. പിന്നെ വേണ്ടത് ഡേ ആണ്. ഡേ നമുക്ക് ഫസ്റ്റ് ഡേ കൊടുക്കാം. കാരണം ഡേക്ക് ഇവിടെ റെലവൻസ് ഇല്ല. നമ്മൾ മന്ത്ലി വൈസ് ആണ് അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഡേ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കും, നമുക്കിപ്പോൾ ഒരു ഡേറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് അതിന്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഷോർട്ട് ഡേറ്റ് ആക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് ഷോർട്ട് ഡേറ്റ് ആക്കി കൊടുക്കാം വിത്തൗട്ട് ടൈം. പിന്നെ അതുപോലെ തന്നെ ഡാറ്റ ടൈപ്പിൽ ഡേറ്റ് ടൈം ഉണ്ട്. നമുക്കതിൽ ഡേറ്റ് മാത്രം മതിയെങ്കിൽ ഡേറ്റ് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡേറ്റ് കോളം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഈ മന്ത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് കോളത്തിൽ ഓട്ടോമാറ്റിക്കലി ഡേറ്റ് ഹൈറാർക്കി വന്നിട്ടുണ്ട്. അതിലകത്തുള്ള മന്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, അത് ഡേറ്റ് കോളം ആക്കിയതിനു ശേഷം കറക്റ്റ് ആയിട്ട് ആ ഓർഡറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാണ്, ഇതിന്റെ ആവശ്യമില്ല. ഇതിനെ സൈസ് ഒന്ന് കൂട്ടാം. ഫസ്റ്റ് തിങ് നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. എഫക്ട്സിൽ പോയിട്ട് ഞാൻ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ടൈറ്റിലിന്റെ കളർ വൈറ്റ് കൊടുക്കാം. സെയിൽസ് വേരിയൻസ് അനാലിസിസ്. Alright. (2023) and 2024 ഡാറ്റയാണ് നമ്മളിവിടെ അനലൈസ് ചെയ്തിട്ടുള്ളത്. ബോൾഡ് ആക്കി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വിഷ്വൽസിൽ കോളംസിൽ പോയിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഡാറ്റ ലേബിൾസ് ആണ്. ഇതെല്ലാം ഓരോന്നിന്റെയും എമൗണ്ട് എത്രയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഡാറ്റ ലേബിൾ ഓൺ ആക്കി കൊടുക്കാം. അതില് അതിന്റെ വാല്യൂ മില്യൺസിൽ നിന്ന് നമുക്ക് തൗസൻഡ്സിലോട്ട് പോകാം. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ കളർ വൈറ്റ് കൊടുക്കാം. ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം. വൈറ്റ് കൊടുക്കാം. പിന്നെ എക്സ് ആക്സിസിലും വൈ ആക്സിസിന്റെയും കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന്റെ ടെക്സ്റ്റ് സൈസ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനീഷ്യലി കണ്ട രീതിയിലുള്ള ഒരു വാട്ടർഫോൾ ചാർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു വാട്ടർഫോൾ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സ്വയം ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ബൈ.